എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ വേല എത്തിയിട്ടുണ്ട്. അപ്പോൾ വേലയുടെ തലേ ദിവസത്തുള്ള കുറച്ച് വിശേഷങ്ങൾ, വേല ദിവസത്തുള്ള വിശേഷങ്ങൾ, അങ്ങനെ 2 ദിവസത്തെ ഫുള്ളായിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് മാക്സിമം എല്ലാ വിശേഷങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വേലയുടെ തലേ ദിവസം ഗാനമേളയ്ക്ക് പോവുകയാണ് കേട്ടോ. രാത്രി ഒരു 7 മണി 7:30 ആകുമ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പാടത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഗാനമേള. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും നമ്മുടെ എന്താ പറയുക വേലയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നല്ല ഇപ്രാവശ്യം നമ്മളത് മുടങ്ങാതെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 9-9:30 വരെയൊക്കെ നമ്മുടെ ഗാനമേള കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഗാനമേള നന്നായിരിക്കുന്നുണ്ടായിരുന്നു. പറയത്തക്ക പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ഇല്ലെങ്കിലും പക്ഷെ കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. അങ്ങനെ നമ്മൾ ഗാനമേളയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കാവിലേക്ക് വന്നിട്ടുണ്ട്. കാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വേല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണാൻ പോകാറുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിതുപോലെ ഗാനമേളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാവിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴും നമ്മുടെ എന്താ പറയുക കാവിൻ്റെ ഉള്ളിൽ കൊട്ടൊക്കെ ഉണ്ട്, അതുപോലെ ദേവിയൊക്കെ തുറന്ന് വെച്ച് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഉള്ളിൽ കയറി ഒന്ന് തൊഴുതുമൊക്കെ ചെയ്തു കേട്ടോ. എന്താണ് നട തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറി തൊഴുതി എന്നിട്ട് മെല്ലെയാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിൽ പോയി തൊഴുതി. അപ്പോൾ ഉള്ളിൽ പോകുന്ന സമയത്ത് അവിടെ ഉള്ളിലും കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ അലങ്കരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കി കുറേയൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലേക്ക് വേണ്ടിയിട്ടുള്ള ആനച്ചമയങ്ങളൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് കണ്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേവിയൊക്കെ നല്ലപോലെ തന്നെ 2-3 ദിവസമായിട്ട് ഒരാഴ്ചത്തെ ഉത്സവമാണ് കേട്ടോ നമ്മുടെ അവിടെ. ഒരാഴ്ച ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച വൈകുന്നേരങ്ങളിൽ പരിപാടികളൊക്കെ ഉണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തോൽപ്പാവക്കൂത്ത് അങ്ങനെയുള്ള ഒരു പരിപാടി കൂടെ ഉണ്ട്. നേരം വെളുക്കോളം അതുണ്ടാവും. അങ്ങനെ 7 ദിവസത്തെ പരിപാടിക്ക് ശേഷമാണ് നമ്മുടെ അവിടെ 7-ാം പക്കം അങ്ങനെ വേലയൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കണ്ടതാണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് തൊഴുതി. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിയാലും പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതെല്ലാം കണ്ടു. അപ്പോഴേക്കും തന്നെ വെളിച്ചപ്പാട് അമ്പലത്തിനല്ല നമ്മുടെ കാവിൻ്റെ ഉള്ളിൽ നിന്ന് തൊഴുത് ഉറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വേല എന്നൊക്കെ പറയുന്ന സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ പോയി കണ്ടാൽ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തലേ ദിവസം തിരിച്ച് വന്ന് അതിന് ശേഷം നേരം വെളുത്ത് കുളിച്ച് വീണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പോയി ദേവിയെ തൊഴുതിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാനും അശ്വിനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റ് മുണ്ട കൊടുത്ത് പൂവൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ വേഗം തന്നെ അക്ഷയ റെഡി ആയിട്ടുണ്ടായിരുന്നു. വേല പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര തിരക്കാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ടൈമിലൊക്കെ രാവിലെ നേരത്തെ പോയി തൊഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തലേ ദിവസം പോയി ഗാനമേള കാണും. അതുപോലെ നമുക്ക് കാവിൽ പോയി അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരും. അതിനുശേഷം നേരം വെളുത്ത് നേരത്തെ എണീച്ച് കുക്കിംഗ് ജോലികളൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം പിന്നെ കുളിച്ച് നേരത്തെ റെഡിയായി കാവിൽ പോയി തൊഴുതിയിട്ട് വരും. അതിനുശേഷം പിന്നെ അങ്ങനെ ആണ് കേട്ടോ നമ്മുടെ വേല എപ്പോഴും നമ്മൾ പോകാറും കാണാറുള്ളത്. അപ്പം മാക്സിമം കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വേല സമയത്ത് ഞാൻ കാണാൻ പോകാറുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ നമ്മൾ പോയി കാണുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസവും സന്തോഷമൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് മാക്സിമം എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും ആ പരിപാടികളൊന്നും മിസ് ചെയ്യാണ്ട് കാണണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം കേട്ടോ. അതുപോലെയൊക്കെ ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുമുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പോകുന്ന സമയത്ത് കാവിൽ നല്ല തിരക്കൊക്കെ ഉണ്ടാകും. നേരത്തെ തന്നെ നടയൊക്കെ തുറന്നിട്ടുണ്ടാകും. നമ്മൾ ഏറെക്കുറെയൊക്കെ ഇന്നലെയും കുറേയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാകുന്നല്ലോ. അപ്പോൾ ഇന്നലെ പോകുന്ന സമയത്ത് പകുതി മാത്രമേ നമ്മുടെ ഇവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട്
അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുമുണ്ട്, ആൾക്കാർ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ പോയതാ, പാറയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെല്ല് കൊടുക്കുന്ന പരിപാടിയൊക്കെ 2 ദിവസം മുന്നേ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇപ്പോൾ നല്ലപോലെ തന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മുടെ ദേവിയെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏറെക്കുറെയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ദേവിയുടെ അമ്പലവും കാര്യങ്ങളും ഓരോ വിശേഷങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നീടേക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ആനച്ചമയം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇന്നും ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഇവിടെയാണ് കേട്ടോ നമുക്ക് കൂത്ത് നടക്കുന്നത്. കൂത്തിൻ്റെ അവസാന ദിവസമായിട്ടുള്ള ഇന്ന് രാവിലെ തന്നെ അവർ പൂജയെല്ലാം കഴിച്ച് അതിന് ശേഷം പട്ടാഭിഷേകം എന്നുള്ള പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ നേരത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ അതിനുള്ള പൂജയൊക്കെ കഴിച്ച് അതുപോലെ കർപ്പൂര ആരതിയൊക്കെ എടുത്ത് പിന്നെ കൂത്ത് പറയുമ്പോൾ ഈ ബൊമ്മകളെ കൊണ്ടുള്ള പരിപാടിയാണല്ലോ, അത് നല്ല രസമാണ് കണ്ടിരിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ പട്ടാഭിഷേകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം 2 ബൊമ്മകൾ ഇങ്ങനെ ചാടുന്നത് കേട്ടോ. പട്ടാഭിഷേകമാണോ അതേ തിരുകല്യാണമാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ലാസ്റ്റ് ദിവസം ഈ ഒരു പരിപാടി ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുകൂടെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പരിപാടി ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. ഓരോരോ കാര്യങ്ങൾ ഓരോ ആൾക്കാർ പറയുന്ന സമയത്താണല്ലോ നമ്മൾ കാണാറുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ തുടച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെറ്റിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ വിചാരിച്ചു. നമുക്ക് നല്ലൊരു വിശേഷം വരുന്ന സമയത്ത് ഭയങ്കര ജോലിയായിരിക്കും അല്ലേ. അതിന് കുറേ ദിവസം മുമ്പ് തുടങ്ങിയാണ് കേട്ടോ നമുക്ക് ജോലിയും കാര്യങ്ങളും ഓരോന്ന് ഒതുക്കി വെക്കലും വൃത്തിയാക്കലൊക്കെ ആയിട്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെയല്ല കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ വീട്ടുകാർ മാത്രമല്ല, വെളിയിൽ നിന്ന് നമ്മുടെ സ്വന്തക്കാരെ കൂടെ കുറച്ച് പേരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേലയ്ക്ക്. അപ്പോൾ എല്ലാവരും കൂടെ ആകുന്ന സമയത്ത് എന്താ പറയുക, ഇത് ഒന്നിച്ച് വെച്ചെടുക്കാനുള്ള ഒരു സൗകര്യക്കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം എല്ലാം ഓർഡർ ചെയ്യണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള സൗകര്യം വേണം, വലിയ വലിയ പാത്രങ്ങൾ വേണം. ഇതൊന്നും ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ, ഉപ്പേരി, അവിയൽ, കൂട്ടുകറി, സാമ്പാർ, രസം, ചോറ്, പപ്പടം, പിന്നെ നമ്മുടെ ചെറുപയർ പായസം, പിന്നെ നമ്മുടെ ചിക്കൻ വരട്ടിയത് കേട്ടോ. ചിക്കൻ സെപ്പറേറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വേലയ്ക്കുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അക്ഷയ അതെല്ലാം വീഡിയോ എടുത്തതിന് ശേഷം അത് ടേസ്റ്റ് നോക്കണം കേട്ടോ. നമ്മൾ കാവിക്ക് പോകുന്ന തൊട്ട് മുമ്പാണ് കേട്ടോ നമുക്ക് ഈ ഭക്ഷണം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ടേസ്റ്റ് നോക്കാൻ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ടേസ്റ്റ് നോക്കിയതിന് ശേഷമേ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്താലും നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാവിൽ പോയി നമ്മുടെ കൊട്ടും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ബോറ് ആകുമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 11 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ചെറിയ കൊട്ടൊക്കെ കേൾക്കാം കേട്ടോ. അതൊരു 12:30 വരെ ഉണ്ടാകും. അതിന് ശേഷം നട തുറന്ന് ദീപാരാധന കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ഉച്ചപൂജ, ദീപാരാധനയിലെ ഉച്ചപൂജയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം വൈകുന്നേരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിരുന്നുകാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം പോകുന്ന കുറച്ച് വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ വേലയുടെ കുറേ കാഴ്ചകളും അങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്നു പോവുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് വേല വരാറുള്ളത്. വേല എന്ന് പറയുമ്പോൾ പ്രത്യേക ഗ്രൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, റോഡിൽ തന്നെയാണ് വേല. മറ്റുള്ളവർ പറയുമ്പോൾ റോഡ് തന്നെ വേല, വേല തന്നെ റോഡ് കേട്ടോ. അങ്ങനെ തന്നെ. പിന്നെ അതുകൊണ്ട് ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ദേവിയുടെ ഇഷ്ട വഴിപാടായിട്ടുള്ള പൂതം, കുതിര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പറയുമ്പോൾ ഒരുപാട് കാളകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വേല പോകാറുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് എടുത്തു കഴിഞ്ഞാലും അതൊരുപാട് കാണുമ്പോൾ ഒരു ബോറായി തോന്നില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം നമ്മൾ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ആന എഴുന്നള്ളി വരുന്നുണ്ട്. 3 ആനയും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിപ്പട്ടും അതുപോലെ
തിടമ്പൊക്കെ ഏറ്റിട്ടുള്ള 3 ആനകളാണ് കേട്ടോ വരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ടീം ബേസ് ആയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇറക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ ടീം വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ ഡ്രസ് കോഡ്. ഇതുണ്ട് അശ്വിനും നമ്മുടെ സച്ചുവും കൂടെ ഒരേ കളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാമത്തേതായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇവരുടെ ടീം എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ എന്താ പറയുക കൊട്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള ബൊമ്മയൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ തന്നെ അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം പോയില്ല, എന്താ പറയുക വിരുന്നുകാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് കണ്ടതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ കാവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഈ ബൊമ്മയാണ് കേട്ടോ ഇപ്രാവശ്യം ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. വേലാപൂരം എന്ന് പറയുമ്പോൾ വെറൈറ്റിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ലേ, നല്ല രസമായിരിക്കും. കണ്ടു നിൽക്കാൻ തന്നെ ഒരുപാട് ഉണ്ടാകും കേട്ടോ നമ്മുടെ വേല. ഒരു 7 മണിക്കൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മണി വരെ ഇത് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഓരോരോ ഐറ്റംസായിട്ട് ഓരോ ടീമുകൾ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ഓരോ പ്രാവശ്യം വ്യത്യാസമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്താ കണ്ടോ മൊയിൽ കുഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാള വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനം നമ്മുടെ ഇവിടെ കാളയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നായിരുന്നു കുറേ നേരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് വന്ന് നമ്മുടെ സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് അവിടെ നിന്നിട്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള വേലകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ വന്ന് വീണ്ടും ഭക്ഷണം കഴിച്ച് റെഡിയായിട്ട് വീണ്ടും വൈകുന്നേരം നമ്മൾ ഒരു രാത്രി ഒരു 11-12 മണിയായ സമയത്തുള്ള വീഡിയോ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ആ സമയത്ത് വീണ്ടും നമ്മൾ കാവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ കാളകളെല്ലാം വന്ന് കാവിൻ്റെ ഉമ്മർത്ത് ഇതുപോലെ ലൈറ്റൊക്കെ വെച്ചിട്ട് എല്ലാ കാളയുടെ ലൈറ്റും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാള കുതിര എല്ലാം അവിടെ വെച്ച് ദേവിയുടെ അവിടെ കൊട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ കൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കറങ്ങാൻ വരാറുണ്ട്. ആ ടൈമിൽ വലിയ ആളുകളൊന്നും ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇതുപോലെ കാണാൻ വരാറുണ്ട് കേട്ടോ. കുറേയൊക്കെ കടകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്, കുറേ കടകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാളയുടെ മേലെ കയറി നമ്മുടെ അശ്വിനും സച്ചും ഒക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ വേലയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.